ഈ ബുക്കിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ ഫോണ്ട് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. ഇൻ സച്ച് എ വേ ദാറ്റ് എനിക്കിത് വായിക്കുമ്പോൾ തലവേദനിക്കും. ഹലോ എവ്രിവൺ, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റ്സിനെ കുറിച്ചാണ്. ബേസിക്കലി എന്തിനാണ് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും വന്നിട്ട് പറയാറുണ്ട് പിബ് നോക്കണം. പക്ഷെ ഞാൻ പിബിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അതിൽ എവിടെയാണ് പ്രസ് റിലീസസ് ഉള്ളതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സൈറ്റാണ്. പക്ഷേ ആ സൈറ്റിൻ്റെ അകത്തും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. കയറിയിട്ട് നമ്മൾ തപ്പണം. സോ അത് അവോയ്ഡ് ചെയ്യാനാണ് ഞാനിങ്ങനൊരു വീഡിയോ ഇടുന്നത്. ബേസിക്കലി ഇതിൽ ഞാൻ ഫസ്റ്റ് കുറച്ച് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. NCERT, നമ്മുടെ SCERT, പിന്നെ ഗ്യാൻ കോഷ്, ഞാനിതിനെ ഏഗൻ കോഷ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. വാട്ട്സ് എവർ ഞാനിങ്ങനെയാണ് പറയുന്നത്. സോ ഈ 3 വെബ്സൈറ്റ്സിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് റിസോഴ്സസ് കിട്ടുന്നത്. NCERT നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ നമ്മുടെ കേരള ഗവൺമെൻറ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സമഗ്ര എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം വളരെ ക്വാളിറ്റിയിലാണ് അതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് ബുക്സ് ഉള്ളത്. ആക്ച്വലി ഞാൻ 9th 10th അങ്ങനെയുള്ള ക്ലാസ് നോക്കിയപ്പോഴത്തേക്കും എല്ലാം നല്ലതായിരുന്നു. +1 +2 എന്തായാലും നല്ലതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ആൻഡ് അതുകൊണ്ടുള്ള ഗുണം എന്താണ്, നമുക്ക് മലയാളത്തിൽ കിട്ടും സാധനം. NCERT വായിച്ചിട്ട് മനസ്സിലാകുന്നതിൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ കുറിച്ചിട്ടും, പിന്നീട് നമ്മുടെ PRS ഇന്ത്യ വെബ്സൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, പിബിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ARC റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം വെബ്സൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ബ്രൗസറിൽ പോയിട്ട് NCERTന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക, ടെക്സ്റ്റ് ബുക്ക് എന്നോ അങ്ങനെ എന്തെങ്കിലും. സോ അപ്പോൾ തന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് NCERT PDF 1 to 12th എന്ന് പറഞ്ഞിട്ടാണ്. ഇതിലെന്താ ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ള ക്ലാസ് സെലക്ട് ചെയ്യുക. ഞാൻ +1 ആണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റ് ഞാൻ ജിയോഗ്രഫി ആണ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഏത് ടെക്സ്റ്റ് ബുക്കാണ്, ഞാൻ ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിസിക്കൽ ജിയോഗ്രഫി. ക്ലിക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താ കാണുന്നത്, എല്ലാ ചാപ്റ്റേഴ്സും PDF ആയിട്ട് നമുക്ക് കിട്ടാനുള്ള ലിങ്കാണ്. അതെല്ലാം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡഡ് ആകും. കണ്ടില്ലേ, ഇവിടെ നിന്നിങ്ങനെ നമുക്ക് PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫുൾ ടെക്സ്റ്റ് ബുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി നമുക്ക് SCERTയുടെ വെബ്സൈറ്റ്, NCERT നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നിങ്ങൾക്ക് അതുപോലെ SCERTയുടെ അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ SCERTയുടെ വെബ്സൈറ്റ് പറയാം. SCERTയുടെ വെബ്സൈറ്റ് സമഗ്ര എന്നാണ് വെബ്സൈറ്റ്. samaggra.kite.kerala.gov.in. എന്തായാലും സമഗ്രയുടെ അകത്ത് കയറുക. ഞാൻ ആ വെബ്സൈറ്റിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ലിങ്ക്സും ക്ലിക്ക് ചെയ്യില്ല. ഞാൻ വെബ്സൈറ്റിനകത്ത് കയറി തന്നെയാണ് കാണിക്കുന്നത് എങ്ങനെയാണെന്ന്. അതിൽ താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മലയാളം ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നു. ക്ലാസ് +1 സബ്ജക്റ്റ് ജിയോഗ്രഫി. അപ്പം നമുക്ക് കാണാം ടെക്സ്റ്റ് ബുക്സ്. ഭൗതിക ഭൂമിശാസ്ത്രം, അടിസ്ഥാന ഘടകങ്ങൾ, ഇന്ത്യൻ ഭൗതിക പരിസ്ഥിതി. നമ്മുടെ അതേ ടെക്സ്റ്റ് ബുക്കിൻ്റെ മലയാളമാണ്. അപ്പോൾ നമുക്കത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. സോ ഇതാണ് SCERTയുടെ സൈറ്റ്. സമഗ്ര എന്നാണ് സൈറ്റിൻ്റെ പേര്. ദെൻ നമ്മുടെ IGNOU ഏഗൻ കോഷ് സൈറ്റിനുള്ളിൽ കയറുക. ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ രണ്ടാമത്തെ ലിങ്ക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ SLM ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വരുമ്പോൾ നിങ്ങൾ ഏതാണോ നോക്കുന്നത്, നമ്മളെല്ലാവരും മിക്കവാറും സോഷ്യൽ സയൻസ് ആയിരിക്കും നോക്കുന്നത്. സോഷ്യൽ സയൻസ് ക്ലിക്ക് ചെയ്യുക. സോഷ്യൽ സയൻസിൻ്റെ അകത്ത് എന്താ ഉള്ളത്, ലെവൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ബാച്ചിലർ ഡിഗ്രിയുടെ ആണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആണോ വേണ്ടതെന്ന് നോക്കുക. ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെയാണ് എടുക്കുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി. അതിനകത്ത് നമുക്ക് കറണ്ട് എന്ന് പറയുന്നത്, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള. എന്നിട്ട് ഞാനിപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് എടുക്കാൻ പോകുന്നത്. മാസ്റ്റേഴ്സ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ MPA ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഇയർ ഉണ്ട്, സെക്കൻഡ് ഇയർ ഉണ്ട്. ഫസ്റ്റ് ഇയർ ക്ലിക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് അത് കിട്ടും. അഗെയിൻ നമുക്ക് ലാസ്റ്റ് ഇയറിലോട്ട് പോകാനായിട്ട് ഞാൻ തിരിച്ച് വന്ന വഴിയിലോട്ട് തിരിച്ച് പോയി സെക്കൻഡ് ഇയർ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് സെക്കൻഡ് ഇയറിലെയും ഡേറ്റ അവിടെ ഉണ്ട്. അടുത്തത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സൈറ്റ് നമുക്ക് നോക്കാം. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സൈറ്റാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സൈറ്റിൽ നിന്ന് കയറി നോക്കുക. ഈ സൈറ്റിൻ്റെ ആ ഒരു ലേ ഔട്ടിൽ സൈഡിൽ നമുക്ക് മെനു ഉണ്ട്. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഫോറിൻ പോളിസി എന്ന് കാണിച്ചു തരാം. ഫോറിൻ പോളിസിയിൽ ഫസ്റ്റ് ബയലാറ്ററൽ ബ്രീഫ്സ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബ്രീഫ്സ് ഓൺ ഫോറിൻ റിലേഷൻസ്. അതിൽ നമുക്ക്
ബൈലാറ്ററൽ ഉണ്ട്, മൾട്ടിലാറ്ററൽ ഉണ്ട്. ബൈലാറ്ററൽ എന്ന് വെച്ചാൽ 1-to-1 ഇന്ത്യ ആൻഡ് റഷ്യ, മൾട്ടിലാറ്ററൽ എന്ന് വെച്ചാൽ ലൈക്ക് ഇന്ത്യ യൂറോപ്പ് അങ്ങനെയൊക്കെ. സോ വ്യൂ ഇൻ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബൈലാറ്ററൽ റിലേഷൻ കാണിച്ചു തരാം. ബൈലാറ്ററൽ വ്യൂ ഇൻ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ A to Z ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. A to Z നമുക്ക് ഓരോരോ രാജ്യങ്ങളും തമ്മിലുള്ള റിലേഷൻ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ചൈന എടുക്കുകയാണ്. വെയർ ചൈന ഡൗൺലോഡ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം എന്താ ഉള്ളതെന്ന്. ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ് അതിൽ കാണും, August 2023. സോ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത് August 2023 നിങ്ങൾ റഷ്യയുടെയൊക്കെ എടുത്താൽ ഭയങ്കര ലേറ്റസ്റ്റ് ആയിരിക്കും, കാരണം June 2024 ഡേറ്റയാണ് റഷ്യയുടേതുള്ളത്. സോ നമുക്ക് അത്യാവശ്യം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഇതിന് കിട്ടും. എനിവേസ് ഇതാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ കോവിഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും അത്യാവശ്യം നമുക്ക് കിട്ടും. 19 എന്ന് പറയുന്നത് ഈസ് ഇൻ ഹിസ്റ്ററി, സോ വി ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ എനിവെയർ എനി ടൈം. സോ അതിനെയൊക്കെ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അടുത്തത് നമുക്ക് PRS ഇന്ത്യയുടെ വെബ്സൈറ്റ് നോക്കാം. ഈ PRS എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിലാണ് നമ്മുടെ പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യും. സോ നമുക്ക് PRS ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ കയറി കാണിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് എവിടെയാണ് കാര്യം ഉള്ളതെന്ന് നിങ്ങൾ അറിയണമല്ലോ, അത് ഓർത്തിട്ടാണ്. സോ ഇതിൽ അഗെയിൻ ഫൈൻഡ് യുവർ മാപ്പ്, അവിടെ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു 3 വരകളില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ബിൽസ് ആൻഡ് ആക്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. ബിൽസ് പാർലമെൻറ്റ്, അതിൽ ഞാൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ ഇതിലുണ്ടോ. ഫസ്റ്റ് കാണിക്കുന്നത് ദ പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ 2024. ഇതൊക്കെ എക്സാമിന് ക്വസ്റ്റ്യനായിട്ട് വരാൻ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പോൾ NTAയുടെ ഇഷ്യൂ നടക്കുന്നില്ല. അതിലെന്താ പറയുന്നത്, ആ ബില്ല് ലോക്സഭയിൽ എപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തു, എപ്പോഴാണ് ലോക്സഭ പാസ് ചെയ്തത്, രാജ്യസഭ പാസ് ചെയ്തത് എപ്പോഴാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ആ ബില്ലിനെ കുറിച്ചുള്ള കുറച്ചധികം ഡീറ്റെയിൽസ് താഴെ കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പിബിനെ കുറിച്ചും സെക്കൻഡ് ARC റിപ്പോർട്ടിനെ കുറിച്ചുമാണ്. സോ പിബ് എന്ന് പറയുമ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, അവരുടെ സൈറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ മിനിസ്ട്രീസിൻ്റെയും അന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാണും. നമുക്ക് ഇത് വേണമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കമ്പൈലേഷൻസ് വായിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് പിബ് ഇന്ത്യ അതിനുള്ളിൽ കയറിയിട്ട് മേളിൽ അവിടെ ഒരു ഈ ചാർട്ട് പോലെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. താഴോട്ട് ഓൾ റിലീസസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇന്നത്തേക്കൊന്നും ആയിട്ടില്ല, കാരണം ഇന്ന് 30th, ഇന്ന് ഞാനിപ്പോൾ June 30, 41 AM ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും അവിടെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, June 29 എടുക്കുന്നു ആൻഡ് ഓൾ മിനിസ്ട്രി കൊടുത്തു. അപ്പോൾ നിങ്ങൾ എന്താ കാണുന്നത്, എല്ലാ മിനിസ്ട്രീസിൻ്റെയും എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ആണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേനെ കുറിച്ചുള്ള യൂസ് ഓഫ് ഡേറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ കുറച്ചധികം റിലവൻസ് ഉള്ള സാധനങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ വായിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. സോ ഇങ്ങനെയാണ് പിബ്. ARC റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ നിന്നാൽ അതിന് പണിയാണ്, കാരണം ഒരു 140 പേജൊക്കെ ഉള്ള ARC റിപ്പോർട്ട്സ് ഉണ്ട്. സോ ഇതാണ് ARC റിപ്പോർട്ട്സ് ആൻഡ് വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിൻ്റെയൊക്കെ കമ്പൈൽഡ് ആയിട്ടുള്ള ഫോംസ്, അതായത് ചെറിയ ഷോർട്ടായിട്ടുള്ള ഫോംസ് ഇടാറുണ്ട്. അപ്പോൾ അത് വായിക്കുക. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഡ്യൂ ടു സം അതർ റീസൺസ്. സോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ല, എന്നാലും കംപ്ലീറ്റ് ചെയ്യാം, പഠിക്കാമല്ലോ. അങ്ങനെ ഓർത്തിട്ട് ഞാൻ ലാസ്റ്റ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. പക്ഷേ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അരിബം സാറിൻ്റെ ബുക്ക്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നവർക്കറിയാം, അരിബം സാറിൻ്റെ ബുക്കുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പിന്നിൽ ARC റിപ്പോർട്ട്സിൻ്റെ സമ്മറി ഉണ്ട്. അത് നോക്കിയാണ് ഞാൻ വായിച്ചത്. സോ അതിൽ അത്യാവശ്യം നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും എവിടെയെങ്കിലുമൊക്കെ കിട്ടും, അത് നോക്കി പഠിക്കും. അതല്ലാതെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ഒക്കെ എന്താ പറയുന്നതെന്ന് നമുക്ക് അത്യാവശ്യം ധാരണ ഉള്ളത് നല്ലതാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കേസിന് ഒരു നല്ലൊരു ലൈൻ പറഞ്ഞ് നിർത്തുകയാണ്, അപ്പോൾ അതൊക്കെ നമുക്ക് കോട്ട് ചെയ്യാൻ യൂസ് ചെയ്യാമല്ലോ. നമ്മുടെ ഇന്ത്യൻ കന്യൂൺ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണും. നിങ്ങൾ ആ വെബ്സൈറ്റ് നോക്കണ്ട. ഞാൻ പറഞ്ഞത് ചിലർക്ക് ഇങ്ങനെ നോക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ടൈം ഉള്ളവർക്ക്. അല്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങിയിട്ട് അതിൽ മേജർ ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്ന ബുക്കുകളുണ്ടല്ലോ, ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്. എൻ്റെ കയ്യിലുള്ളത്
എൻ്റെ കയ്യിലുള്ളത് ഇതാണ്, ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് ദാറ്റ് ട്രാൻസ്ഫോംഡ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബുക്കാണ് എൻ്റെ കയ്യിലുള്ളത്. ആൻഡ് ഇത് നമ്മുടെ ക്ലിയർ IAS അവരുടേതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ബുക്കാണ്. നമ്മുടെ കേശവാനന്ദ ഭാരതി കേസ് അധികം ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻറ്റ്സ് ഇതിലുണ്ട്. അത്യാവശ്യം നല്ല പോലെ തന്നെ നമുക്കിതിൽ ബേരുബാരി കേസ്, പിന്നെ മേനകാ ഗാന്ധി, അതെല്ലാം മിനർവ മിൽസ്, ഇതൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. ഇത് വാങ്ങി വെച്ചാലുള്ള ഗുണം എന്താണ്, ലൈക്ക് ഇതിലൊന്നും ഇൻഡെപ്ത് ആയിട്ടല്ല പറയുന്നത്, പക്ഷേ എന്താണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ആർട്ടിക്കിൾ പഠിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് പഠിച്ചാൽ നിങ്ങൾ ആ ആർട്ടിക്കിളിൻ്റെ ആപ്ലിക്കേഷനാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ബെയർ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ബെയർ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റിയില്ലെങ്കിൽ PM ബക്ഷിയുടെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്കുണ്ട്. ഈ ബുക്കിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ ഫോണ്ട് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. ഇൻ സച്ച് എ വേ ദാറ്റ് എനിക്കിത് വായിക്കുമ്പോൾ തലവേദനിക്കും. ഓൺലൈനിൽ വാങ്ങിയത് കൊണ്ടാണോ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. എനിവേയ്സ് ഇത് നിങ്ങൾക്ക് വലിയ പ്രിൻറ്റിൽ കിട്ടുകയാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ആർട്ടിക്കിൾസും എല്ലാം അടങ്ങുന്ന ഒരു ബുക്കാണ്. സോ ഈ 2 ബുക്സും എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, യൂസ്ഫുൾ ആയെങ്കിൽ, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വായിക്കാനും കാര്യങ്ങൾ അറിയാനും ഇഷ്ടമുള്ളവർക്ക്. അതർ ദാൻ ദാറ്റ്, go and get some data from these websites and let me know. That's that. Thank you.